ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. എന്നിട്ടും ഭൂമിയെ നാം എർത്ത് എന്നാണ് വിളിക്കുക. ഭൂമിയിൽ ഇത്രമാത്രം ഭൂമിയുടെ 2/3 ഭാഗവും ജലത്താൽ ആവരണം ചെയ്യപ്പെട്ടതാണെങ്കിലും ജീവജാലങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ജലം 1% കുറവ് മാത്രമേ ഉള്ളൂ. ഈ 1% തന്നെ ലോകമാസകലമുള്ള നദികളിൽ കൂടി ഒഴുകുന്ന സർഫസ് വാട്ടറും ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ ജലസ്രോതസ്സുകളും കൂടി ചേർന്നതാണ്. ഭൂഗർഭ ജലസ്രോതസ്സുകൾ വളരെ മഹത്തായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മനുഷ്യനിൽ നിന്നും വളരെ വളരെ അകലെയാണ് ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഭൂമിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ കാരണം ഭൂഗർഭജലം നാം തുള്ളി തുള്ളിയായിട്ട് മാത്രമേ എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. അത് മാനവരാശിയുടെ അവസാനത്തെ റിസോർട്ടായിരിക്കണം എന്നുള്ളതാണ് സൃഷ്ടിയുടെ മഹത്വത്തിൽ നാം കാണുന്നത്. സർഫസ് വാട്ടർ വൻ നദികളിലൂടെ ഒഴുകിപ്പോകുന്ന ജലം ആവശ്യാനുസരണം എത്രമാത്രം എടുത്താലും അവസാനിക്കാത്ത ജലസ്രോതസ്സുകളാണ് ഭൂമിയിലുള്ള നദികളെല്ലാം തന്നെ. കഴിഞ്ഞ ഒരു 50 വർഷമായിട്ടാണ് ലോകമാസകലമുള്ള നദികളിൽ ഈ മാറ്റങ്ങൾ നാം ദർശിച്ചു തുടങ്ങിയത്. നദികളിലെ മലിനീകരണം ജനങ്ങളെ ഭൂഗർഭ ജലാശയങ്ങളിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിച്ചു. നദികളെ ശുദ്ധീകരിക്കുന്നതിന് പകരം നദികളെ നാം കൂടുതൽ കൂടുതൽ മലിനമാക്കുകയും വികൃതമാക്കുകയും ചെയ്യുകയാണ് നാം ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നദികൾക്കുണ്ടായ ദുരന്തം മലിനീകരണമാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷമുള്ള വ്യവസായശാലകളും അതുപോലെ തന്നെ വൻതോതിലുള്ള കാർഷിക വിപ്ലവങ്ങളും ഇതെല്ലാം നദികളെയാണ് ഏറ്റവും ദോഷകരമായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഗംഗയും യമുനയും എല്ലാം മലിനീകരണം നാശത്തിൻ്റെ വക്കിലാണ്. ആയിരക്കണക്കിന് കോടി രൂപ മുടക്കിയിട്ട് പോലും ആ നദികളെ ശുചീകരിക്കുവാൻ നാം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 44 നദികളിൽ 3 ഒഴിച്ച് ബാക്കിയെല്ലാം കേരളത്തിൻ്റെ ഭൂതലത്തിലൂടെയാണ് ഒഴുകുന്നത്. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചെല്ലാം എൻ്റെ മുൻപ് പ്രസംഗിച്ച മുൻ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പ്രേമചന്ദ്രനും മറ്റ് പ്രഗത്ഭമതികളും സൂചിപ്പിക്കുകയുണ്ടായി. വളരെ നീളം കുറഞ്ഞ നദികളാണ് കേരളത്തിലൂടെ ഒഴുകുക. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ വീഴുവാൻ അതിൻ്റെ 24 മണിക്കൂറേ വേണ്ടൂ. പ്രഗത്ഭനായ മീറ്റിയോളജി വിദഗ്ധന്മാരുടെ സ്റ്റഡി അനുസരിച്ച് കേരളത്തിൽ വീഴുന്ന മഴത്തുള്ളിയാണ് ഇന്ത്യയിലെ മഴത്തുള്ളികൾ ഏറ്റവും ശക്തമായി ഭൂതലത്തിൽ പതിക്കുന്ന മഴത്തുള്ളി. അതുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ട മേഖലയിൽ വീഴുന്ന വെള്ളം മഴത്തുള്ളികളെ സ്വീകരിക്കാൻ കുഷൻ പോലെ കിടക്കുന്ന മലനിരകളെയാണ് നമുക്ക് ആവശ്യം. കുഷൻ പോലെയുള്ള മലനിരകളുണ്ടെങ്കിൽ മാത്രമേ ഭൂതലത്തിലുള്ള മണ്ണൊലിച്ച് അണക്കെട്ടുകളിലേക്കും നദികളിലേക്കും പോകാതിരിക്കുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിൽ വൻതോതിലുള്ള നശീകരണമാണ് കഴിഞ്ഞ 60 വർഷമായിട്ട് നടന്നിട്ടുള്ളത്. ഇന്നും അത് അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എത്ര തർക്കിച്ചാലും മതിയാവില്ല. അതിനൊരു പരിഹാരവുമല്ല. ഈ പശ്ചിമഘട്ട മലനിരകളെ നാം പുനഃസ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാതല്ലാതെ കേരളത്തിൻ്റെ ശുദ്ധജല സുരക്ഷയ്ക്ക് ശാശ്വതമായ യാതൊരു പരിഹാരവും ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയാൽ മതിയാവും. 1950 കേരളത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭയിൽ ശ്രീമാൻ VR കൃഷ്ണയ്യരായിരുന്നു ജലവിഭവ മന്ത്രി. ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബുക്കിനെക്കുറിച്ച് ആ കാലത്ത് ഗവൺമെൻറ് ഇറക്കിയ കേരളത്തിലെ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തയ്യാറാക്കിയ ഒരു വലിയ പഠന ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കേരളത്തിൽ പിൽക്കാലത്ത് വന്ന ഗവൺമെൻറ് ചെയ്തിട്ടുള്ള എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടേ മതിയാവും. ഇന്നും അതൊരു ബൈബിളാണ് കേരളത്തിൻ്റെ വാട്ടർ റിസോഴ്സിനെ കുറിച്ച്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത് പഠിക്കേണ്ടതാണ്. വിശദമായ സർവേ ഓരോ റിവർ ബേസിനെ കുറിച്ചും അതിനകത്തുണ്ട്. ആധികാരികമായ സർവേയുടെ വെളിച്ചത്തിലാണ്
കേരളത്തിൽ 44 നദികളെക്കുറിച്ചുമുള്ള വിശദമായ പ്രൊഫൈൽ അന്നത്തെ ആ ബുക്കിൽ ലഭ്യമായിട്ടുള്ളത്. ആ പഠന രേഖയുടെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ പോലും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഭയാനകമായ ശുദ്ധജല ക്ഷാമത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നില്ല. 44 നദികളിൽ മിക്കവാറും നദികളിലെല്ലാം നാം അണക്കെട്ട് 35ഓളം അണക്കെട്ടുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരള സർവകലാശാലയിലെ അധ്യാപകനായിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഗവേഷക വിദ്യാർത്ഥികളും കൂടി നിരവധി നദീതടങ്ങളിൽ പഠനം നടത്തി. അണക്കെട്ടുകളെല്ലാം മണ്ണടിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ മെമ്പറോടെ പറപ്പിച്ചു, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളത്തിനുള്ള അണക്കെട്ട് അരുവിക്കരയായിരുന്നു. അരുവിക്കര എൻ്റെ ചത്തുപോയത്. അരുവിക്കരയിൽ ഞാനും എൻ്റെ സ്റ്റുഡൻറ്റും കൂടി സ്റ്റഡി നടത്തി. 55 മീറ്റർ വെള്ളം കാണേണ്ട അരുവിക്കര അണക്കെട്ടിൽ 18 വർഷം മുമ്പ് 12 മീറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ളൂ. ബാക്കിയെല്ലാം മണ്ണടിഞ്ഞ് നിരപ്പായിരിക്കുകയാണ്. അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പേപ്പാറ അണക്കെട്ടുണ്ടാക്കിയത്. പേപ്പാറ അണക്കെട്ടിലും ഇതേ ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അതിനാവശ്യമായുള്ള സുരക്ഷ അന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അന്നത്തെ മന്ത്രിയോട് പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് അദ്ദേഹത്തോട് അന്നേ സൂചിപ്പിച്ചതാണ്. ഞങ്ങൾ നിരവധി റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ കേരള ഗവൺമെൻറ് സമർപ്പിച്ചത് കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി വകുപ്പിൽ നിന്ന്. ആ റിപ്പോർട്ടുകളൊന്നും ഒരു ഗവൺമെൻറ്റും അതിലെ ശുപാർശകൾ പരിഗണിക്കുകയോ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള നടപടി എടുക്കുകയോ ചെയ്തിട്ടുള്ളില്ല. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള നെയ്യാർ ഡാം ഭീഷണിയിലാണ്. അരുവിക്കര അണക്കെട്ട് ഭീഷണിയിലാണ്. പേപ്പാറ അണക്കെട്ട് ഭീഷണി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെന്മല ഡാം നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ കമ്മീഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ നദികളിലും അണക്കെട്ടുകളിലും സിൽറ്റിംഗ് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നം ഗുരുതരമാണ്. അണക്കെട്ടുകളെ ഡീസിൽറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ 20 വർഷം മുമ്പ് കേരള ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിച്ചതാണ്. ഒരു ഗവൺമെൻറ്റും അണക്കെട്ടുകൾ ഡീസിൽറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഇനിയും ചെയ്യാനുള്ളത് കേരളത്തിലുള്ള മുഴുവൻ അണക്കെട്ടുകളെയും ഡീസിൽറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള എമർജൻസി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അണക്കെട്ടുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ലാതെ പോയിരിക്കുന്നു. മഴ പെയ്ത് 1 മാസത്തിനുള്ള വെള്ളം മുഴുവൻ ഒഴുകി പുറത്തു പോകാണ്. വെള്ളം നിൽക്കാൻ സ്ഥലം വേണ്ടേ? അപ്പോൾ ബാഹ്യമായിട്ട് കാണുന്ന ജലപ്പരപ്പ് എന്ന് പറയുന്നത് നമ്മളെ ചതിക്കുന്ന ജലപ്പരപ്പാണ്. അതിലോട്ടൊരു നൂല് കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥ ചിത്രം വ്യത്യസ്തമാണെന്നുള്ളത്. പിന്നെ മറ്റു വശം നമ്മുടെ മഴയാണ്. കാലാവസ്ഥാ ശാസ്ത്രം അനുസരിച്ച് കഴിഞ്ഞ 115 വർഷമായിട്ടുള്ള മഴ ഇന്ത്യയിൽ പൊതുവെ സ്റ്റേബിളാണ്. ചില വർഷങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു 100 വർഷത്തെ കണക്ക് പഠിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മഴയുടെ അളവ് ശരാശരി ഒരേപോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അവസ്ഥയിൽ മഴ കൂടുതൽ ലഭിച്ചാൽ പോലും ജലസുരക്ഷ ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. ജലസുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അണക്കെട്ടുകളിൽ ജലം സംഭരിക്കുവാനുള്ള ശേഷി ഉണ്ടാവണം. നമ്മുടെ പുഴകളിൽ ജലം സംഭരിക്കുവാനുള്ള ശേഷി ഉണ്ടാവണം. പുഴകളും മണൽ വന്നടിഞ്ഞ് നികന്നു കഴിഞ്ഞിരിക്കുന്നു. പെരിയാറിൽ നിന്ന് നോക്കിയാൽ നിരവധി ആയിരക്കണക്കിന് ചെറിയ ചെറിയ ദ്വീപുകളുടെ തടങ്ങളാണ്. പമ്പ നോക്കിയാലും ഇത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ നദികളുടെയും അവസ്ഥ ഇപ്പോൾ അതാണ്. ആ നദികളിൽ പോലും ശരിയായിട്ടുള്ള റിവർ മാനേജ്മെൻറ്റ് സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. മണലിന് ക്ഷാമമില്ല നദികളിൽ. എന്തിനാണാവോ മണൽ നിയന്ത്രണം? ഇന്ന് പുഴകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മണൽ നിയന്ത്രണം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. മറ്റ് യാതൊന്നും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വി.ആർ. കൃഷ്ണയ്യർ അന്ന് പ്രസിദ്ധീകരിച്ച ആ ബുക്കിൽ പറയുന്ന പോലെ തടയണകൾ പുതിയ ആശയമൊന്നുമല്ല, വളരെ പഴയ നിർദ്ദേശമാണത്. തടയണകൾ, ആയിരക്കണക്കിന് തടയണകൾ നമ്മുടെ 44 നദികളിൽ ആവശ്യമായ സ്ഥാനങ്ങൾ കെട്ടിക്കൊണ്ട് മാത്രമേ ഇനി ജലസംഭരണ ശേഷി കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. പുതിയ അണക്കെട്ടുകൾക്കുള്ള സാധ്യതയെ കേരളത്തിലില്ല. അത്രമാത്രം
ഭയാനകമാണ് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അവബോധം. അപ്പോൾ അതുകൊണ്ട് പുതിയ അണക്കെട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വലിയ പ്രസക്തി കേരളത്തിൽ ഞാൻ കാണുന്നില്ല. പക്ഷേ ഉള്ള അണക്കെട്ടുകളെ ബലപ്പെടുത്തുകയും അവയിൽ നിന്ന് കൂടുതൽ ഇറിഗേഷനും അതുപോലെ തന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജലനിർഗമന സംവിധാനങ്ങളും സൃഷ്ടിക്കുവാൻ സാധിച്ചാൽ അതായിരിക്കും കേരളത്തിൻ്റെ ഭൂസുരക്ഷയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാൽവെപ്പ്. 50 ലക്ഷത്തോളം കിണറുകളുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഈ കിണറുകൾ എവിടെയാണ്? ഞാൻ എൻ്റെ ബാല്യകാലം ചെലവഴിച്ച തൊടുപുഴയിൽ 100 കണക്കിന് കിണറാണെന്നുണ്ടായിരുന്നു. ഓരോ വർഷവും കിണർ നമ്മൾ തേകി ഡീസിൽ ചെയ്ത് വൃത്തിയാക്കുമായിരുന്നു. ഇന്നിപ്പോൾ കിണറുകളെവിടെ? കുളങ്ങളെവിടെ? തോടുകളെവിടെ? ഞാൻ 40 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് നാട്ടിൽ വന്ന് സ്ഥിരതാമസിക്കാൻ വന്ന് നോക്കിയപ്പോൾ ഞാൻ ബാല്യകാലത്ത് ഓടിയാണെന്ന് മീൻ പിടിച്ച തോട് കാണാനില്ല, വെള്ളം കുടിച്ച കിണർ കാണാനില്ല. ഇങ്ങനെ കിണറും തോടുമെല്ലാം അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് 40 കൊല്ലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ഗ്രാമങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കിണറുകൾ മാത്രം മതി ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും ജലസുരക്ഷയ്ക്ക്. കുളങ്ങളെവിടെ പോയി? ഇതെല്ലാം പ്രകൃതി അനുഗ്രഹിച്ചു തന്ന പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികന്മാർക്ക് സിദ്ധിച്ചിട്ടുള്ള സിദ്ധികളനുസരിച്ച് വെള്ളം സംഭരിക്കുവാനും നീർക്കെട്ടുകൾ സ്ഥിരപ്പെടുത്തുവാനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇനിയും എൻ്റെ നിർദ്ദേശം, റിട്ടേൺ ടു ദ വില്ലേജസ് ആൻഡ് റെസ്റ്റോർ ഓൾ ദീസ് വെൽസ് ആൻഡ് പോണ്ട്സ്. ഇത് ഓരോ ഗ്രാമത്തിലെയും പ്രദേശവാസികളായ ജനങ്ങളുടെ ബാധ്യതയായിട്ട് വേണം വരാൻ. ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിലുള്ള വിഭവങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻസ്. ആ ബോധത്തോടു കൂടി നമ്മുടെ ഗ്രാമസഭകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം സ്വയം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജലസുരക്ഷയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.